നമസ്കാരം സഹൃദയരെ. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാനുള്ള കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ഒരേ ഒരു ഉടപ്പിറന്നോൾ എൻ്റെ ഉടപ്പിറന്നവനെ മാടി മാടി വിളിച്ചു. ഉടപ്പിറന്നവനെ, എനിക്ക് താങ്കൾക്ക് ഈ ഉടപ്പിറന്നോളെ കുറിച്ച് ഒരു മൈൻഡും ഇല്ല, ഒന്നും മിണ്ടുന്നില്ല, എന്തെങ്കിലും നല്ല രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോ എന്നിങ്ങനെ മാടി മാടി വിളിച്ച എൻ്റെ ഉടപ്പിറന്നോർത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. ഇനി ഉടപ്പിറന്നോർത്തി ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പേര് പറഞ്ഞുതരാം, നിങ്ങൾക്ക് അറിയാമായിരിക്കും. രേ വളി ചേച്ചി. അതെ, രേ വളി ചേച്ചി എന്നാണ് എൻ്റെ ഉടപ്പിറന്നോൾ ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്നത്. രേ വളി ചേച്ചി എന്നുള്ളത്. അപ്പൊ ഇത് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ബിഗ് ബോസിന്റെ ഇങ്ങനെ ഈ പറയുന്ന ലൈവ് എല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോ ഒരു നാറ്റം, ഒരു ചീഞ്ഞ നാറ്റം, ആരോ ഉരുകി ചാവണ ഒരു നാറ്റം. എവിടെ നിന്നാ ഈ സ്മെല്ല്? മാറിയിട്ട് വയ്യായിരുന്നു. അപ്പോഴാണ് നോക്കിയപ്പോൾ ഒരാള് മാറി വെളുത്ത് ആ നാറ്റവും കൊണ്ടുവന്നിരുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. എന്തായാലും ഉടപ്പിറന്നാലും ഓർമ്മയുണ്ടല്ലോ, ആ സ്നേഹം എന്നും അതുപോലെ തന്നെ കാണണം. എന്തായാലും എന്റെ ഉടപ്പിറന്നോർത്തിക്കുള്ള എൻ്റെ ഒരു സ്നേഹം ഞാൻ അങ്ങോട്ട് തിരിച്ചു തരാൻ പോവുകയാണ്. ഇന്ന് വീഡിയോ തുടങ്ങുന്നുണ്ട് ഒരു കാര്യം പറയാം. പൊന്നു ഉടപ്പിറന്നോളെ, നിന്നെ കുടുംബത്തെ കെട്ടാൻ പറ്റൂലാത്തത് നമ്മുടെ കുടുംബത്തെ തന്നെ കേട്ടത് മറ്റൊന്നും കൊണ്ടല്ല. നിനക്ക് മഹാ കുശുമ്പും ഈ പറഞ്ഞ അസൂയൊക്കെയാണ്. നീ ഒന്ന് പറയാം, രണ്ടിന് നീ ഇരവാദം മുഴക്കും. അയ്യോ എന്റെ ഹസ്ബൻഡെ പറഞ്ഞു, അയ്യോ എന്റെ മോളെ പറഞ്ഞു, അയ്യോ എന്റെ കുടുംബക്കാരെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വരരുത് പ്ലീസ്. പിന്നെ അത്രയ്ക്ക് ചീപ്പല്ല ഞാൻ, കാണോ. താങ്കളുടെ ഹസ്ബൻഡിനെയോ മക്കളെയോ വിളിക്കാൻ അത്രയ്ക്ക് ചീപ്പല്ല ഞാൻ എന്നും കൂടി പറഞ്ഞുകൊണ്ട് തുടങ്ങിയ സഹോദരരെ. അതുമല്ല ഇവിടെ ഇനി ഞാൻ കുറച്ച് സീരിയസിലാണ്, കാരണം പോയിന്റുകൾ കുറച്ച് പറയാനുണ്ട്. അതുകൊണ്ട് കുറച്ച് സീരിയസ്ലി പറയാം. ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ ടൂളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉടപ്പിറന്നിട്ട് ഒരാഴ്ച ഉറക്കം വരത്തില്ല, ഒരാഴ്ച ഞെട്ടി ഞെട്ടി എണീക്കുക. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടോൺ മാറ്റിയിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് ഇവിടെ PR. സത്യം പറഞ്ഞ എന്റെ ഉടപ്പിറന്നോത്തി ഇന്ന് വീഡിയോയിൽ പറയാതെ പറയുന്നുണ്ട്, ഞാനാണ് PR. ഞാനല്ല, ഉടപ്പിറന്നോത്തി രേ വളി മാമിയാണ് PR എന്ന് സമ്മതിക്കുന്നത്. അതിന്റെ തെളിവ് ഉൾപ്പെടെ ആ വീഡിയോ തന്നെ തെളിവ് അവശേഷിച്ചിട്ടാണ് എന്റെ ഉടപ്പിറന്നോത്തി പോയിരിക്കുന്നത്. ആ തെളിവ് ഉൾപ്പെടെ ഞാൻ ഇവിടെ കൊണ്ടുവരാം. എന്തിനാണ് ഈ കുരുപൊട്ടി ഈ വീഡിയോ ഇട്ടത്? എന്റെ ഉടപ്പിറന്നോന്റെ നട്ടലിലേക്ക് നിങ്ങൾ ചോദിച്ചു, ഉടപ്പിറന്നോന്റെ നിനക്ക് നട്ടലുണ്ടോ, എന്തുകൊണ്ട് ഇത് ഇടുന്നില്ല? എല്ലാത്തിനുള്ള മറുപടി സഹദയം എന്താണ്, ക്ഷമിച്ച് നിങ്ങൾ കേൾക്കൂ. എല്ലാത്തിനും കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ തരാം വിത്ത് പ്രൂഫ്. വലിച്ചേച്ചി വിത്ത് പ്രൂഫ്. ആരാണ് ഇവിടെ PR ചെയ്യുന്നത്? താങ്കൾ തന്നെ പറയാതെ വെച്ച് പോയ ഒരു കാര്യമുണ്ട്. പ്രൂഫ് അടക്കം ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇനി അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. രേവളി ചേച്ചി പറയണേ, എന്റെ ഫോട്ടോ എന്തിനു ഇടുന്നു, നിങ്ങൾക്ക് ഇത്രയ്ക്ക് നട്ടലില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. സത്യം പറയല്ലേ രേവളി ചേച്ചി, എനിക്ക് പേടിയാണ്, സത്യമാണ്, പേടിയാണ്. നിങ്ങളെ എനിക്ക് പേടിയാണ്. അതായത് ഒരു വിമർശനം പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പേടിത്തൂറിയാണ് ഈ പറയുന്ന എന്റെ ഉടപ്പിറന്നോളത്തായ ആര്, ഈ പറയുന്ന രേവളി ചേച്ചി. ഞാൻ എന്റെ അനിയത്തിയാണെങ്കിൽ ഞാൻ ചേച്ചി എന്ന് വിളിക്കില്ല, ബഹുമാനം കൊണ്ടാണ് കേട്ടോ ചേച്ചി എന്ന് വിളിക്കാറുള്ളൂ. അപ്പോ അതായത് എന്റെ നട്ടലിനെ പറയുമ്പോൾ രേവളി ചേച്ചി മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഈ പറയുന്ന ബിഗ് ബോസ് തുടങ്ങുമ്പോൾ മാത്രം വീഡിയോ ഇടുകയും അതിനുശേഷം കാണൂല. പിന്നെ എവിടെയോ കിടന്ന എന്തോ ഒരു എണ്ണയുണ്ടാക്കി മുടി വളരുമെന്ന, മുടി കറക്കുമെന്ന എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റി ജീവിക്കുന്നു. പോട്ട് സ്വന്തം മുടി ആദ്യം വളരാൻ നോക്ക്. അങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന രേവളി ചേച്ചി എന്റെ നട്ടലിനെ അളക്കരുത്. കാരണം ഈ ബിഗ് ബോസ് ഉള്ളപ്പോ മാത്രമല്ല ഈ രായണ്ണ വരുന്നത്. രേവളി ചേച്ചി ഓർമ്മയുണ്ട്, രായണ്ണ അപ്പ മാത്രമല്ല പറഞ്ഞു, രായണ്ണന് ഇപ്പൊ നഷ്ടമാണ്. ഈ ബിഗ് ബോസിന്റെ റിവ്യൂട്ട് രായണ്ണന് നഷ്ടം, മനസ്സിലായി? രായണ്ണ കുറെ വീഡിയോകൾ അല്ലാതെ ഇട്ടിട്ടുണ്ട്. ബിഗ് ബോസ് തുടങ്ങുമ്പോൾ മാത്രമേ വരുള്ളൂ. ഇത് ഇത്രയും പെട്ടെന്ന് തീർന്നെങ്കിൽ ഇതിന്റെ ഇരട്ടി ഡോളർ ഞാൻ ഉണ്ടാക്കുന്നു. അത് എന്റെ ഉടപ്പിറന്നോത്തിക്ക് കൃത്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും. ഇത് കുശുമ്പല്ലേ? ശരി രേവളി ചേച്ചി, അതുകൊണ്ട് എന്റെ നട്ടലടക്കാൻ വരരുത്. രേവളി ചേച്ചി എന്റെ നട്ടലടക്കാൻ വരരുത്. ഈ ബിഗ് ബോസ് മാത്രമല്ല, ഇതിനപ്പുറം വിമർശിക്കുന്നതിന്റെ അപ്പുറം വിമർശിച്ചുള്ളവനാണ് ഞാൻ, മനസ്സിലായോ? ബിഗ് ബോസ് വന്നാൽ എന്റെ വരുമാനം കുറഞ്ഞ എത്രയേ ഉള്ളൂ. അപ്പോ രേവളി ചേച്ചിക്കുള്ള മറുപടി നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ. എന്നിട്ട് എനിക്കെതിരെ വീഡിയോ ഇട്ട് വരും. എന്നെ വിളിച്ച് കൊച്ചു കള്ളി. അയ്യോ എത്ര കാലായി വിളി കേട്ടിട്ട് എന്റെ ഈ സമാധാനായി. ബാക്കി പറ. രായണ്ണൻ, എന്റെ പൊന്നോ രായണ്ണ, അന്ന് എനിക്ക് വേണ്ടി മാത്രം എന്തെന്നാ ഇങ്ങനെ എന്റെ വീഡിയോ മാത്രം, അണ്ണനോട് എനിക്ക് ഭയങ്കര പരാതിയുണ്ട്. എന്റെ വീഡിയോ മാത്രം ബ്ലർ ചെയ്ത് എന്റെ മുഖം ഒന്നും കാണിക്കാതെ സ്പീഡാക്കിയൊക്കെ കാണിച്ചേക്കണം. എനിക്ക് സഹിക്കാൻ പറ്റൂല. ഉള്ളത് തന്നെ എന്റെ ഉടപ്പിറന്ന വ്യക്തിയുടെ ആ പരാതി ഞാൻ മനസ്സിലാക്കുന്നു. അവളെ വീഡിയോ മാത്രം, എന്റെ ഉടപ്പിറന്നവളുടെ വീഡിയോ മാത്രം ഞാൻ ബ്ലർ ചെയ്തിടും. അത് കാരണം പറ്റുന്നില്ല. ഈ എന്റെ ഉടപ്പിറന്നോത്തിയൊക്കെ ശരി തന്നെ, പക്ഷെ തീട്ടത്തിന് ഉറപ്പില്ല.
തീട്ടത്തിന് ഉറപ്പില്ല എന്ന് രേവളി ചേച്ചിക്ക് മനസ്സിലാവും. തീട്ടത്തിന് ഉറപ്പില്ല എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം എന്ന് മനസ്സിലാവും. അതായത് ചങ്കൂറ്റമില്ല, വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള സംഭവമില്ല. അന്നൊരിക്കൽ സ്വന്തം ഉടപ്പുറന്നാലാണ് എന്തിനോ ഒരു മോശത്തിന് ഒരു ഫോട്ടോ എടുത്തിട്ടപ്പോ ഉടനെ സ്ട്രൈക്ക് കൊടുത്ത് രേവളി ചേച്ചി ഞാൻ മണ്ടനല്ല, ഞാൻ മന്ദബുദ്ധിയല്ല, അഹങ്കാരം കാണിച്ച് മണ്ടത്തരം കാണിക്കാൻ രേവളി ചേച്ചിയെ പോലെ അത്ര മണ്ടനല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ കുരുപൊട്ടി എന്തെന്നറിയാമോ? മറ്റൊന്നുമല്ല, സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റില്ല രേവളി ചേച്ചിക്ക് ഉടപ്പുറന്നാല് സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. മോശമായിപ്പോയി. ആ ഒരു സങ്കടം, ആ ഒരു കുരുപൊട്ടലിന്റെ പ്രധാന കാരണം ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. ബാക്കി പറ ഉടപ്പുറന്നോളെ പറ. ഉറപ്പായുണ്ട് രേവളി ചേച്ചി, എന്റെ അമ്മ നമ്മുടെ കുടുംബത്തിൽ മൊത്തം നിങ്ങളെ പേടിയാണ്. വാ തുറന്ന അപരാധം അല്ലാതെ പറയില്ല, കുശുമ്പ് കുന്നായ്മ അല്ലാതെ പറയില്ല. അതുകൊണ്ട് എന്റെ ഉയിരിന് എനിക്ക് പേടിയുണ്ട്, മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇടാത്തത്. അണ്ണന് ധൈര്യമില്ല അണ്ണ എന്റെ മുഖം കാണിക്കാൻ. അണ്ണന് പുതപ്പിന്റെ അടിയിൽ എന്താണെന്നൊക്കെ ഉള്ളത് ധൈര്യമായിട്ട് അണ്ണൻ കാണിക്കുന്നുണ്ടല്ലോ. ഒരു മാസം ഫുൾ പുതപ്പിന്റെ അടിയിൽ എന്താണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്ത അണ്ണനല്ലേ? അതെ രേവളി ചേച്ചി, ഉറപ്പൊന്നോളെ നീ പറഞ്ഞ സത്യം തന്നെ. പുതപ്പിനിടയിൽ എന്താണെന്ന് ഞാൻ തന്നെയാണ് കാണിച്ചു കൊടുത്തത്. അപ്പൊ സത്യം പറഞ്ഞ് ഞാനല്ല, അത് ഏഷ്യാനെറ്റാണ് പുറത്തു വിട്ടത്. ഏഷ്യാനെറ്റ് പുറത്തുവിട്ടപ്പോൾ എന്താണ് നടന്നതെന്ന് കാണിച്ചു കൊടുക്കേണ്ട ചങ്കൂറ്റ് എനിക്ക് ഉണ്ട്. എനിക്ക് കുൽസിതം അത്ര വലിയ ഇഷ്ടമില്ല രേവളി ചേച്ചിക്ക് കുൽസിതം ഭയങ്കര ഇഷ്ടമാണ്. കുൽസിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിപ്പോ ആരാവട്ടെ അവിടെ കുൽസിതം ഇതൊക്കെ പുരോഗമനവാദമാണ്. നിങ്ങൾ എന്താ പറഞ്ഞു? ഞാനായാലും അങ്ങനെ ചെയ്യുമായിരുന്നു. എനിക്ക് പുതപ്പിനടിയിൽ കിടക്കുന്ന ഒരു പ്രശ്നമില്ല. ഇതൊക്കെ പുരോഗമനവാദികളാണ്. പക്ഷേ രേവളി ചേച്ചി മറന്നു പോകുന്നൊരു കേസുണ്ട്. ഈ പറയുന്ന പുതപ്പിനടിയിൽ ഇപ്പം പുറത്തു വരുന്നവരെല്ലാം അത് എന്നോട് പറയണത് പുതപ്പിനടിയിൽ നടന്നു എന്നുള്ളത്. സഹോദരി അവിടെ പറഞ്ഞോളെ, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞത് സത്യം എന്നാണ് അവിടെ ഉള്ള കണ്ടസ്റ്റൻസ് ഇറങ്ങിയവർ മൊത്തം പറയുന്നത്. ഇനിയിപ്പോ എങ്ങനെ നീയൊക്കെ കുൽസിതം കാണുന്നത്? എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കുറച്ച് കുൽസിതമുണ്ട്. അതായത് സഹോദര ഉടപ്പുറമായി കുറച്ച് കുൽസിതം അവിടെ ഉണ്ടെന്ന് പറഞ്ഞതാണ് രേവളി ചേച്ചിക്ക് ഇഷ്ടപ്പെടാത്തത്. അതായത് ഒന്നും പറയാതിരുന്നെങ്കിൽ കുറച്ചും കൂടി കാണാമായിരുന്നു. ദുഃഖം, ആ ഒരു സങ്കടം എനിക്ക് മനസ്സിലാവുന്നത്. കാര്യത്തിൽ മാറ്ററിലേക്ക് വാ. പുതപ്പിന്റെ അടിയിൽ പിടി നടന്നു. പുതപ്പിന്റെ അടിയിൽ കൃത്യമായി ഏത് ഭാഗത്താണ് പിടിച്ചത്? അയ്യ രേവളി ചേച്ചി ഏത് ഭാഗത്താണ് പിടിച്ചതെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ആരടുത്തും പറഞ്ഞില്ല. ഇനി രഹസ്യമായിട്ടായിട്ട് ഉടപ്പുറത്ത് ഞാൻ പറഞ്ഞു എന്നുള്ള ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷെ രേവളി ചേച്ചി അത് കണ്ടുപിടിച്ചു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ടുപിടിച്ചത് ഇന്നടുത്താണ് പിടിച്ചതെന്ന് പറഞ്ഞത്. ആഹാ, അതൊക്കെ നോക്കി. അപ്പൊ വീഡിയോ നല്ല രീതിയിൽ സൂം ചെയ്ത് നോക്കിയല്ലേ. നമ്മൾ ആരും കണ്ടുപിടിക്കാത്ത എവിടെയാണ് പിടിച്ചെന്ന് വരാം. കൊച്ചു കള്ളി. ഉടപ്പുറന്നവളൊക്കെ ശരിയുണ്ടെന്ന് ശരിയല്ലേ ഏട്ടാ? പറ ചേച്ചി എന്നൊക്കെ അണ്ണൻ കാണിച്ചു കൊടുത്ത വീഡിയോയില്. എന്നാലും എന്റെ മോഹം അത്രയ്ക്ക് മോശമാണോ രായണ്ണ? ഒരു മോശമില്ല. നല്ല 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 സുശീലയായ ഒരു സ്ത്രീയാണ്. നല്ല സുശീലയും സുന്ദരിയും എന്താണ് സുന്ദരിയുമായ ഒരു ഓടപ്പുറന്നാളെ എനിക്കറിയാം. ലോകത്ത് ഇതുപോലത്തെ ഒരു ഓടപ്പുറന്നാൾ നിങ്ങൾക്ക് മഷീട്ടൊക്കെ കാണാൻ പറ്റില്ല. ബാക്കി എന്റെ മുഖം കാണിക്കാൻ അണ്ണൻ എന്താണ് കുഴപ്പം? PR എന്ന് പറഞ്ഞപ്പോ അണ്ണന് നൊന്തല്ലേ? അത് തന്നെ എന്റെ ഉടപ്പുറന്നാളുടെ ഉടപ്പുറന്നാളല്ലേ സമ്മതിക്കാത്ത? ഫോട്ടോ കാണിച്ചാൽ നിനക്ക് പരാതിയാവും. നീ പിന്നെ 4 ദിവസം ഫുഡ് കഴിക്കുക. നീ എവിടെയൊക്കെ അവിടെയൊക്കെ പോയി നീ കേസ് കൊടുക്കും. എനിക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. അത് സങ്കടമുണ്ട്. ഇനി എന്തോ PR-നെ കുറിച്ച് പറഞ്ഞില്ല. കേക്കട്ടെ. സാരമില്ല, അണ്ണനൊരു കാര്യം ചെയ്യണം. അടുത്ത സീസൺ, ഈ സീസൺ ഒത്തില്ല, അടുത്ത സീസൺ എങ്കിലും അണ്ണന് ഞാൻ കുറച്ച് പൈസ തരാം. എനിക്ക് വേണ്ടി കുറച്ച് വീഡിയോ ചെയ്ത് തരുമോ എന്നെ പൊക്കിയിട്ട്? അതെ, കുറച്ച് പൈസ വേണം. എനിക്കറിയാം നമ്മളെ കുറെ PR പൈസ ഉടപ്പുറന്നവർക്ക് കിട്ടിയെന്ന് ഞാൻ വിവരം പറഞ്ഞു. ആരാണ് PR എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പൊ പൈസ കുറെ ഉണ്ടാകും. എന്തിനവിടെ കൂത്തുവെച്ചു? കുറച്ച് പണം എനിക്ക് രേവളി ചേച്ചി. അണ്ണൻ എപ്പോഴും അനുവിനെ മാത്രമേ പോക്കണുള്ളൂ, എന്നെ ഒന്നും പറയണില്ല. ശരിയാണ്, ഞാൻ അനുവിനെ മാത്രം എന്റെ പിന്നെ ഉടപ്പുറന്നവളെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് പോക്കുന്നത്. ഞാൻ ഈ സീസണല്ല, എല്ലാ സീസണും അറിയാല്ല കൊച്ചു കള്ളം പറയണത്. ഞാൻ എല്ലാ സീസണും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് എന്നെ പൊക്കിയത്. എനിക്കൊരു ഇഷ്ടം ആരെയുണ്ട്, ഞാൻ അവരെ പൊക്കി അടിക്കും. എന്താ നിങ്ങളുടെ രേവളി ചേച്ചിയുടെ സ്വത്തിന്നല്ല ആണോ? ഉടപ്പുറന്ന സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ചാനലാണ്. ഈ ചാനൽ എന്ത് ചെയ്യാനുള്ള അവകാശമെങ്കിലും ഉടപ്പുറത്തി എനിക്ക് തരണം. ഉടപ്പുറത്തി ആരെയാണ് പൊക്കണമെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. വെയിറ്റ് ചെയ്യും. ഉടപ്പുറത്തി മൊത്തം കാണണേ, കുറച്ച് എക്സ്ക്ലൂസീവ് വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യും. ഫുൾ നെഗറ്റീവ് അണ്ണൻ ഇച്ചിരി ഞാൻ തരാം. അപ്പൊ അണ്ണൻ എനിക്ക് വേണ്ടി എന്നെ രേവതി നല്ലതാണ്, നല്ല റിവ്യൂവർ ആണ്, എന്റെ നല്ല ഫോട്ടോസ് ഞാൻ തരാം. അണ്ണന് മുഖമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല സുന്ദരിയായിട്ടുള്ള സുന്ദരിയാണ് നീ. പിന്നെ അപ്സരസാണ്. എന്റെ ഉടപ്പുറന്നോളായിട്ട് പറയല്ല. ഇതുപോലെ കുലീനയായ സുന്ദരിയായ പിന്നെ മായാമോഹിനിയായ
വേറെ ആരും നിങ്ങൾ കണ്ടിട്ടില്ല. ഇനിയും കുറെ വാക്കുകൾ ഉണ്ടായിരുന്നു, മറന്നുപോയി. അതുകൊണ്ട് വേറെ ആരും കണ്ടില്ല. എനിക്ക് എന്റെ ഉടപ്പറന്നോളെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, ക്ലിയർ ആയിട്ട് കാണിക്കണം അടുത്ത വീഡിയോയിൽ എന്റെ മുഖം. മുഖം കാണിക്കാം അടുത്ത വീഡിയോയില്. മോള് എന്റെ ഉടപ്പറന്നോളെ കൊണ്ട് കേസ് കൊടുക്കല്ലേ, കൊണ്ട് പിന്നീട് ഈ പറയുന്ന വിമർശനങ്ങൾ കുറച്ചൊക്കെ താങ്ങാനുള്ള കെൽപ്പും എനിക്കില്ല. ഇങ്ങനെ നമ്മളെ നുണകളെ ഇങ്ങനെ വിളിച്ചു പറയുക, അവിടെ ഇവിടെ നിന്നും കൊണ്ട് PR വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് ബാങ്കിൽ കൊണ്ട് നിറയ്ക്കുക, ഇങ്ങനെ മറ്റുള്ളവരെ കള്ളം മാത്രം പറഞ്ഞ് മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യുക. പക്ഷെ ബാക്കി ക്ലിയർ ആയിട്ട് കാണിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമം വരും. ഞാൻ PR എന്ന് പറഞ്ഞത് വിഷമിച്ചോ? വിഷമായ കറക്റ്റ്. ഇവിടെയാണ് ചേച്ചി ഒരാളത്. PR എന്ന് പറഞ്ഞത് വിഷമായോ? ഉറപ്പുന്നോളെ ബാക്കി കൂടി കേട്ടിട്ട് പറയാം. സാരമില്ല, പോട്ടെന്നാ. PR എന്ന് പറയുമ്പോ അണ്ണൻ തന്നെ ഇറങ്ങി ഇങ്ങ് വന്ന് കാണിച്ചു കൊടുത്തു ഞാനാണ് PR എന്ന്. സാരമില്ല അണ്ണ. ഓക്കെ, PR എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് വിഷമായ. എന്റെ പൊന്നുടപ്പുറന്നോളെ, എന്റെ പൊന്നുടപ്പുറന്നോളെ, ഞാൻ എന്താണ് പറഞ്ഞത്? ഉടപ്പുറന്നോള് പൊട്ടിയൊന്നും അല്ലല്ലോ ഉടപ്പുറന്നോളെ. ആണോ ഉടപ്പുറന്നോളെ? അതാ ഉത്തരം ഇല്ലാത്തോണ്ടാ, ചങ്കുറപ്പില്ലാത്തോണ്ടാ, നട്ടലില്ലാത്തത് കൊണ്ടോ? ചൊണയുണ്ടെങ്കിൽ, തീട്ടത്തിന് ഉറപ്പുണ്ടെങ്കിൽ, ഒരിക്കലും പറഞ്ഞു തീട്ടത്തിന് ഉറപ്പുണ്ടെങ്കിൽ, ചൊണയുണ്ടെങ്കിൽ ഞാൻ എന്താണ് വീഡിയോ ഇട്ടത് അതിന് ഉത്തരം പറ എന്റെ ഉടപ്പുറന്നോളെ. ഉത്തരം പറ. ചൊണയുണ്ടെങ്കിൽ നീ ഒരു പെണ്ണാണെന്ന് ഞാൻ പറയും. എന്റെ ഉടപ്പുറന്നോളാണെന്ന് ഞാൻ ധൈര്യമായിട്ട് പറയും. എന്തിന്? ആരെ പറ്റിക്കിന്? ആരെ വളച്ചൊടിക്കാൻ നിൽക്കുന്നത്? ഇവിടെയും കള്ളം. കള്ളി എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബക്കാർ മൊത്തം പറയുള്ളൂ കള്ളിയാണ്. ഞാൻ എന്താ പറഞ്ഞത്? അനുമോളെ കുറിച്ച് താങ്കൾ പറഞ്ഞ സാധനം എന്താണ്? അനുമോള് ചെയ്തു എന്ന് താങ്കൾ പറഞ്ഞ കള്ളം വിത്ത് വീഡിയോ പ്രൂഫ് ഉൾപ്പെടെ ഞാൻ ഇട്ടു. ചുണയുടെ ഉളുപ്പുണ്ടോ എന്റെ ഉടപ്പുറന്നോളെ? സത്യം പറയാൻ ഉളുപ്പുണ്ടോ? ഇങ്ങനെ ഒരു മഹാകള്ളം വന്ന് പറഞ്ഞിട്ട് അതിനെ വീണ്ടും കിടന്ന് വീണ്ടും ജനങ്ങളെ പിന്നീട് തെറ്റിദ്ധരിപ്പിക്കാൻ. ഉടപ്പുറന്നോളെ ഉടപ്പുറന്നോളെതിരായിട്ട് വീടിയിട്ട് PR-ന്റെ കേസ് അല്ല. ഉടപ്പുറന്നോള് മുട്ടൻ PR ആണെന്ന് പറയാം. ആരെ PR ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഉടപ്പുറന്നോള് പിന്നെ ഉളുപ്പ് വേണം, അല്ലെങ്കിൽ ചെറിയ ഒരു എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? ഇത് നാണോ മാനോ ഇല്ല. എന്തിനാ വീണ്ടും കള്ളം പറയാൻ? ഇതൊന്നും നമ്മുടെ കുടുംബത്തെ പറയിപ്പിക്കല്ലേ? നമ്മുടെ കുടുംബത്തെ, നമ്മുടെ യൂട്യൂബ് ഫാമിലി എന്ന് പറഞ്ഞ കുടുംബത്തെ റിവ്യൂസ് എന്ന് പറഞ്ഞ ഫാമിലി കുടുംബത്തിന്റെ താങ്കൾ ഒരു അപമാനമായി ആയിരിക്കില്ലേ? ഞാൻ പറഞ്ഞത് എന്താണ്? ഒരാള് വിമർശിക്കുമ്പോ ഞാൻ എന്താണ് പറഞ്ഞത്? മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുതരാം. അനുമോള് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ആദിലയ്ക്ക് നൂറയ്ക്ക് ആ ബോൾ കൊടുത്തത്. അപ്പോ അനുമോള് പറഞ്ഞു കുഴപ്പമില്ല ലാലേട്ടൻ വന്നാൽ നമുക്കത് പറഞ്ഞ് സോൾവ് ആക്കാം, എനിക്ക് ബാക്കിൽ പിന്നെ PR ഉണ്ടല്ലോ എന്ന് താങ്കൾ പറഞ്ഞ ആ ക്ലിപ്പാണ് ഞാൻ ഇട്ടത്. ഇപ്പം സർക്കുലേറ്റ് ചെയ്ത് ഒരുപാട് പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ്. അങ്ങനെ ചെയ്യരുത് എന്നാണ് അനുമോള് പറഞ്ഞത്. എന്തുകൊണ്ട് എന്റെ ഉടപ്പുറന്നോളെ അത് പറയുന്നില്ല? എന്തുകൊണ്ട് ഉടപ്പുറന്നോളെ അത് പറയുന്നില്ല? പറ ഉടപ്പുറന്നോളെ, ചങ്കൂറ്റമില്ല ഉടപ്പുറന്നോളെ, പറ. അത് പോയിന്റ് ആട്ടെ, അതെടുത്തിട്ട് പറ. അല്ലാതെ PR തേങ്ങയുടെ കേസല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇത്രയ്ക്ക് തരം താഴ്ന്നു പോയോ എന്റെ ഉടപ്പുറന്നോളെ? തരം താഴ്ന്നു പോയോ ഉടപ്പുറന്നോളെ? നമ്മുടെ വളി ഉടപ്പുറന്നോളെ തരം താഴ്ന്നു പോയോ? ഇനി വളിയെന്ന് വിളിച്ചിട്ടുണ്ട് കേസ് എടുക്കോ? എനിക്കറിയില്ല. ഉടപ്പുറന്നോളെ എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ബാക്കി ഞാൻ പറയുന്നില്ല, പോട്ട്. നമ്മളൊക്കെ ഒരേ കുടുംബത്തിലുള്ളവരല്ലേ ഉടപ്പുറന്നോളെ. അപ്പൊ എന്തുകൊണ്ട് നട്ടലില്ലാത്ത ആർക്കാണ് ഉടപ്പുറന്നോളെ? ഇവിടെ നട്ടലില്ലാത്ത ആർക്കാണ്? തീട്ടത്തിന് ഉറപ്പില്ലാത്ത ആരാണ്? ഈ പറയുന്ന ഉടപ്പുറന്നോളെ വളി ചേച്ചി താങ്കൾക്കല്ലേ? ആണ്. അത് പറ, മാറ്റർ പറയാതെ എവിടെ പോകുന്നു? പേടിയാണോ? പറയാൻ വാക്കുകളില്ലേ? തിരുത്തി പറയാൻ പറ്റത്തില്ല. PR കുനിച്ചീർത്ത് ഇടിക്കും അല്ലേ? PR കുനിച്ചീർത്ത് ഇടിക്കും. അതുകൊണ്ടാണോ രേവളി ചേച്ചി അത് പറയാതെ പോയത്? ബാക്കി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, പുറത്ത് PR-കളുണ്ട്. ചില PR-കളൊക്കെ ചില ക്രോസ് വോട്ട് ചെയ്ത് ചില ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്തിയത് അണ്ണനാണ്. അത് അണ്ണൻ തെളിവായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞേടേ. സത്യം പറഞ്ഞ ഉടപ്പുറന്നുള്ള എന്റെ പിള്ള സത്യമായിട്ട് പറയാൻ ഞാൻ ഇത് കേട്ടില്ല കേട്ടോ. എന്റെ ഉടപ്പുറന്നാളാണെങ്കിൽ എനിക്ക് ഒരു പറയാനുണ്ട്, ഞാൻ മുഴുവനും കേൾക്കാറില്ല. ഉടപ്പുറന്നുള്ള ഇന്റർവ്യൂ മാത്രമേ എനിക്ക് കേൾക്കാറുള്ളൂ. ബാക്കി കഥ കേൾക്കാനുള്ള ഒരു മാനസിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കേൾക്കാറില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നു സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഉടപ്പുറന്നവൾക്ക് പിന്നെ മനസ്സിലാക്കുന്നതിന് വല്ല കുഴപ്പമുണ്ട്? കണ്ണിന് കുരുണ്ടോ? കാതില് പൊട്ടിയാട്ടാണോ? ഞാൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാവില്ല. എന്തിനാണ് ഇങ്ങനെ ഉടപ്പുറന്നവൾ ഇങ്ങനെ വളച്ചൊടിക്കുന്നത്? ഉളുപ്പുണ്ട്, നാണമുണ്ട് നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞ മാറ്ററിലൊക്കെ ഉടപ്പുറന്നോളെ നമ്മുടെ കുടുംബത്തിന്റെ പേര് കളയാതെ. ഞാൻ എന്താണ് പറഞ്ഞത് ഉടപ്പുറന്നോളെ? രേവളി ചേച്ചി, ഞാൻ എന്താ പറഞ്ഞത്? താങ്കൾ എന്താ പറയുന്നത്? ചക്ക എന്ന് പറയുമ്പോ ചുക്കെന്ന് പറയുന്നത്.
വളരെ മോശം, നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേര്. ബാക്കി ഞാൻ അറിഞ്ഞില്ല കേട്ടോ അണ്ണനാണെന്ന്. പക്ഷെ അണ്ണൻ തന്നെ മുന്നിലേക്ക് വന്ന് കാണിച്ചു തന്നു ഞാനാണ് ആ ആളെന്ന്. എന്തായാലും പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തല്ലോ അണ്ണനാണെന്ന്. എന്നാലും എന്റെ ഫോട്ടോ ക്ലിയർ ആയിട്ട് വെക്കാത്തത് എനിക്ക് ഇപ്പോഴും എന്റെ പൊന്ന് രേവതി ചേച്ചി, ഇതിൽ 10 മിനിറ്റ് ഉണ്ട്. ഈ ഒരു 2-3 സെന്റൻസ് തന്നെ ആവർത്തിച്ച് മനുഷ്യന്റെ മാറ്ററിലിട്ടതാ. നിങ്ങൾ വീഡിയോ കണ്ട ഒരു 3-4 8-10 മിനിറ്റ് എന്നെ 15 മിനിറ്റുള്ള വീഡിയോയിൽ 10 മിനിറ്റ് എന്നെ കുറിച്ച് തന്നെയാണ് സ്വന്തം ഉടപ്പുറത്തിനെ കുറിച്ച് സ്നേഹത്തോട് പറയുകയാണ്. പക്ഷെ ഒരു കാര്യം തന്നെ, ഒരു 3 കാര്യം. പിന്നെ അതായത് ഞാൻ PR ആണ്, അവളുടെ ഫോട്ടോ ഇട്ടില്ല, എനിക്ക് എന്തൊരു പിന്നെന്തൊന്നും അവളുടെ ഫോട്ടോ ഇട്ടില്ല, ഞാൻ ചന്തയില്ലാത്ത ഞങ്ങൾക്ക് പൈസ തരാം, ഇതല്ലാതെ വേറെ ഒന്നും പറയുന്നു. വേറെ പോയിന്റുകളൊന്നും ഇല്ലേ രേവതി ചേച്ചി? പോയിന്റ് ഇല്ലേ? പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അണ്ണന് കുറച്ച് പൈസ തരാം കേട്ടോ. അന്ന് എന്റെ ഫോട്ടോയും വെക്കണം, എന്നെയും പൊക്കി പറയണം. മതി രേവതി, ബാക്കി വേറെ എന്തെങ്കിലും പറ. തുടക്കം തൊട്ട് ഇതല്ലേ. പണിയൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞു ഞാൻ. പക്ഷെ എന്നാലും ഒരു മിനിറ്റ് ഇതില് ഒരൊറ്റ മിനിറ്റ്. അണ്ണ ഞാൻ അറിഞ്ഞില്ല അണ്ണനാണെന്ന്. പക്ഷെ അണ്ണൻ തന്നെ മുന്നിലേക്ക് വന്ന് കാണിച്ചു തന്നു ഞാനാണ് ആ ആളെന്ന്. എന്തായാലും പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തല്ലോ അണ്ണനാണെന്ന്. എന്നാലും എന്റെ ഫോട്ടോ ക്ലിയർ ആയിട്ട് വെക്കാത്തത് എനിക്ക് ഇപ്പോഴും വിഷമമുണ്ട്. ഞാൻ അണ്ണന് കുറച്ച് പൈസ തരാം കേട്ടോ. അണ്ണ എന്റെ ഫോട്ടോയും വെക്കണം, എന്നെയും പൊക്കി പറയണം. അങ്ങനെ എപ്പോഴും അനു മാത്രം. ഞാൻ എന്തോന്ന്, ഞാനും ബിഗ് ബോസിന്റെ ഒരു ഭാഗമാണ്. പിന്നെ അണ്ണന് കുറച്ച് പണിയൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞു ഞാൻ. അല്ല, എന്റെ ഉടപ്പുറന്നോളെ എന്ത് പണിയാണ് ഉടപ്പുറന്നോളെ എനിക്ക് തന്നത്? അല്ല, എനിക്ക് ഏത് പണിയാണ് ഉടപ്പുറന്നോളെ കിട്ടിയത്? അതൊന്ന് പറഞ്ഞു തന്നെ വളരെ ഉപകാരം. ഞാൻ അറിയാത്ത ഏത് പണിയാണ് എനിക്ക് വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഉടപ്പുറന്നാള്. എന്താണ് താങ്കളുടെ ഉദ്ദേശം? താങ്കൾ ഏതെങ്കിലും എവിടെയെങ്കിലും സൈഡിൽ കൂടി എനിക്ക് പണിയായിട്ട് കൊടുത്തിട്ടുണ്ടോ? പക്ഷെ അത് ഇതുവരെ കിട്ടി എത്തിയിട്ടില്ല. ഉടപ്പുറന്നാൾ അതാ, പക്ഷെ ഏതെങ്കിലും പണി കൊടുത്തിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. നിലവിൽ എനിക്കൊരു പണിയും കിട്ടിയിട്ടില്ല. കിട്ടണമെങ്കിൽ അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഈ രായണ്ണൻ അറിയാം. ഉടപ്പുറന്നാള് രായണ്ണൻ അറിയാം കേട്ടാ. അടുത്ത് പക്ഷെ എന്നാലും എന്നെ മാത്രം വെക്കാത്തത് എന്റെ ഫോട്ടോ ക്ലിയർ അല്ല. എനിക്ക് അതിന് ഭയങ്കര പ്രേക്ഷകരെ നിങ്ങൾ പോയി കാണണം കേട്ടോ. അണ്ണൻ ഇച്ചിരി സപ്പോർട്ടൊക്കെ കൊടുക്കും. അണ്ണ എനിക്കെതിരെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അന്ന് എനിക്ക് ഞാനാണ് PR. ഞാൻ PR-നെ കുറിച്ച് പറഞ്ഞപ്പോ അണ്ണന് വിഷമം വന്നടാ. വിഷമം വന്ന് ഉടപ്പുറന്നാളെ വീണ്ടും പറയിക്കാതെ. ഞാൻ PR-നെ കുറിച്ചല്ല ഉടപ്പുറന്നാളെ പറഞ്ഞത്. ഉടപ്പുറന്നാൾ തെറ്റിദ്ധരിപ്പിക്കാതെ. ഉടപ്പുറന്നാളുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചാ പറഞ്ഞത്. ഉടപ്പുറന്നാള് പാവ ഒരു പെൺകൊച്ചിനെ കള്ളത്തരങ്ങൾ വളച്ചൊടിച്ച് കള്ളത്തരങ്ങൾ പറഞ്ഞ് ഒരു പെൺകൊച്ചിന്റെ അനുമോൾ എന്ന് പറയുന്ന ഒരു പെൺകൊച്ചിന്റെ ജീവിതം തുലയ്ക്കാൻ വേണ്ടിയിട്ട് താങ്കൾ ശ്രമിക്കുന്നു. അത് വീണ്ടും ആവർത്തിക്കുന്നു. അതിനൊരു മാപ്പ് പോലും പറയാതെ ഞാൻ പറഞ്ഞത് ശരി തന്നെ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇതുവരെയായിട്ടും അതിനൊരു മാപ്പ് പറഞ്ഞിട്ടില്ല. അത് ഈ ഒരു വീഡിയോയിൽ പോലും എടുത്തൊന്ന് സൂചിപ്പിക്കുക പോലും താങ്കൾ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? അപ്പൊ ഇതിനർത്ഥം കൃത്യമായിട്ട് PR പൈസ വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്ന പണി തന്നെയാണിത്. 101% PR നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ആരെയാണ് വാങ്ങിച്ചത്? PR നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് തെളിവ് നിങ്ങളുടെ വീഡിയോയിൽ തന്നെയുണ്ട്. കേൾപ്പിച്ചു തരാം. പിന്നെ സഹിക്കാൻ പറ്റൂലോ അണ്ണൻ കുലിസിതങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ ചെയ്യണത് ഫുള്ള് വീഡിയോസ്. അപ്പൊ പിന്നെ അതിന്റെ ഇടയിൽ എന്റെ കുൽസിത വീഡിയോകളെല്ലാം ഈ പറയുന്ന നമ്മളെ പിന്നെ രേവതി ചേച്ചി കാണുന്നുണ്ട്. കാരണം കുൽസിതം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കുൽസിതം എവിടെ നടക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് രേവതി ചേച്ചിയുടെ പിന്നെ ഇത്. നമ്മൾ പിന്നെ ഇത് കാണുമ്പോൾ നമ്മൾ തുറന്നു പറയും. നമ്മൾ വളരെ പുരോഗമനവാദികളൊന്നും അല്ല. നമ്മൾ കണ്ണി കാണുന്നത് സത്യസന്ധമായിട്ട് നമ്മൾ അങ്ങ് തുറന്നു പറയും. പക്ഷെ രേവതി ചേച്ചിക്ക് ഇത് ഒളിച്ചിരുന്ന് കാണണം. അതായത് ആരെങ്കിലും ഇട്ട് കണ്ട് കുളിര് കോർന്ന് എവിടെ പറയാത്തവരെ ഇങ്ങനെ പറഞ്ഞെടുക്കും. ഇന്നടുത്ത് പിടിച്ചെന്ന് വരെ രേവതി ചേച്ചി മെലഞ്ഞെടുത്തു. ബാക്കി ഞാൻ ഈ PR എന്ന് പറഞ്ഞപ്പോ അണ്ണൻ പെട്ടെന്ന് തന്നെ കണ്ണു പറഞ്ഞു. അയ്യോ എന്നെ എന്തോ പറയുന്നത്. അപ്പൊ അണ്ണന് പെട്ടെന്ന് തന്നെ കിട്ടി. കുറച്ച് വീഡിയോ ചെയ്തോ. പിന്നെ വേറൊരു കാര്യം കൂടെ വീഡിയോ ചെയ്യാൻ കുറെ ആൾക്കാരൊക്കെ വരും. കാര്യം അനു ഇന്ന് നെഗറ്റീവ് ആവും. അനു അണ്ണാ ഞാൻ നെഗറ്റീവ്. അനു ഇന്ന് നെഗറ്റീവ്. ഇത് വളരെ സീരിയസ് ആണ്. അനു ഇന്ന് നെഗറ്റീവ് ആവും. എങ്ങനെ രേവതി ചേച്ചി അറിഞ്ഞു? അനു ഇന്ന് നെഗറ്റീവ് ആവും എങ്ങനെ താങ്കൾ അറിഞ്ഞു? എന്റെ ചോദ്യമാണിത്. അനു ഇന്ന് നെഗറ്റീവ് ആവും. ബാക്കി അറിയാത്ത ആരുമില്ല അണ്ണ. ഞാൻ ഈ 2 ആഴ്ച ആ കുട്ടീനെ നല്ലത് മാത്രമേ, ഇന്ന് രാവിലെ ആ കൊച്ചിനെ കുറിച്ച് ഞാൻ നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് പെട്ടെന്ന് തന്നെ അനു നെഗറ്റീവ് ആവുന്ന കണ്ടൻസാണ് വന്നേക്കുന്നത്. അത് അണ്ണൻ ഇന്നലെ കിട്ടി. അനു ഇന്ന് നെഗറ്റീവ് ആവുന്നുള്ള കാര്യം ഇന്നലെ മനസ്സിലായി. അപ്പൊ നേരത്തെ ഒന്ന് ഇട്ട് വെച്ചേ. അനു നെഗറ്റീവ് ആവുന്നുള്ള കേസ് ഇന്നലെ എനിക്ക് മനസ്സിലായി. എനിക്ക് എങ്ങനെ മനസ്സിലായി? അനു എവിടെയാണ് നെഗറ്റീവ് ആയത്? ഇത് താങ്കൾ എങ്ങനെ അറിഞ്ഞു? അനു ഇന്ന് നെഗറ്റീവ് ആവുന്നുള്ള കേസ് താങ്കൾ എങ്ങനെ അറിഞ്ഞു? അല്ല, അനു ഇതുവരെ നെഗറ്റീവ് ആയിട്ടില്ല. അപ്പൊ എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ബാക്കിയെ രേവതിക്കെതിരായിട്ട് നേരത്തെ വീഡിയോ ഇട്ട് വെച്ചിരുന്നാല് നമുക്ക് ആൾക്കാരെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാമല്ലോ. എന്റെ പൊണ്ണ ഞാൻ നെഗറ്റീവ് പറയാത്ത ആരുമില്ല. ഇത് കുറെ ഉണ്ട്. ഇതില് മൊത്തത്തിൽ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബാക്കി ഞാൻ പിന്നെ തരാം. കാരണം ഇപ്പൊ തന്നെ 20 മിനിറ്റ് ആയി. അതുകൊണ്ട് നിർത്തിയാ.
അല്ല, ഞാൻ രേവതി ചേച്ചിയോട് ചോദിക്കാനുള്ളത്, അനു ഇന്ന് നെഗറ്റീവ് ആവുന്നത് താങ്കൾ എങ്ങനെ അറിഞ്ഞത്? അതായത് അനു നെഗറ്റീവ് ആകും, അനു ഇന്ന് പോസിറ്റീവായി വരും, അതിനെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കണം എന്ന് താങ്കൾ എടുത്ത് ആരോ പറഞ്ഞിരിക്കുന്നു. താങ്കളാണ് മുന്നേ അറിഞ്ഞത്, താങ്കളാണ് പറയുന്നത് അനു ഇന്ന് നെഗറ്റീവ് ആവുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല, ഇതുവരെ എനിക്ക് അനു നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടുമില്ല. താങ്കൾക്ക് എങ്ങനെ തോന്നിയത്? അപ്പോ താങ്കൾ തലേ ദിവസത്തെ കേസ് താങ്കൾ അറിയുന്നു. താങ്കൾ അക്ബർ ഉൾപ്പെടെയുള്ളവരുടെ PR ആണ് താങ്കൾ. ഉറപ്പായിട്ടും അക്ബർ, ഈ പറയുന്ന ആര്യൻ, ഇവരുടെ PR ആണ് താങ്കൾ. അവരുടെ ക്യാഷ് വാങ്ങിച്ചിട്ട് അനുമോളെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രേവളി ചേച്ചി. അനുമോളെ മാത്രമല്ല, നിങ്ങൾ അവരുടെ വീഡിയോ തുടക്കം മുതൽ കണ്ടു നോക്കിയാൽ അറിയാം, അനുമോള്, ഷാനവാസ്, ഈ രണ്ടുപേരെയാണ് ഇവരുടെ ടാർഗറ്റ്. ഈ രണ്ടുപേരെയും നിരന്തരം കള്ളപ്രചരണങ്ങൾ നടത്തി, ദുഷ്പ്രചരണങ്ങൾ നടത്തി, ഇല്ലാക്കഥ പറഞ്ഞു, മൊട്ടം നുണ പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യുക. മനസ്സിലായോ? ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുക, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക, ഒരു പെൺകുട്ടിയുടെ ജീവിതം തുലയ്ക്കുക. ഈ പറയുന്ന ഷാനവാസിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ഇവർ പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. അവിടെ എല്ലാം ഈ പറയുന്ന അക്ബറിനെയും ആര്യനെയും പൊക്കുന്നു. ആര്യന്റെ എന്നും അക്ബറിന്റെ എന്നും കൃത്യമായിട്ട് PR പൈസ വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്ന കളിയാണ് ഇത് എന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വാക്കുകളിലുണ്ട്. അതായത് അനുമോള് ഇന്ന് നെഗറ്റീവ് ആവുമെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഇതുവരെ പ്രേക്ഷകർക്കോ ഇതുവരെ ലൈവ് കൊണ്ടുകൊണ്ടിരിക്കുന്നവർക്കോ ഇതുവരെ അനുമോള് നെഗറ്റീവ് അല്ല. അപ്പോ അനുമോള് പോസിറ്റീവ് ആകുമെന്ന് താങ്കൾക്കാരോ അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? താങ്കൾക്ക് ഇൻഫർമേഷൻ കിട്ടി. അതുകൊണ്ട് ഇവിടെ വന്ന് അനുമോള് നെഗറ്റീവ് ആവുമ്പോൾ താങ്കൾ മുന്നക്കൂടി പറയണേ. എങ്ങനെ അനുമോള് നെഗറ്റീവ് ആവുമ്പോൾ താങ്കൾ മുന്നക്കൂട്ടി എങ്ങനെ പറയും? അതിനർത്ഥം താങ്കൾക്ക് PR ഉണ്ട്. താങ്കൾക്ക് അതുകൊണ്ടാണ് PR ഉള്ളത് കൊണ്ടാണ് താങ്കൾ ഇത് തിരുത്തി പറയാത്തത്. ഞാൻ ചെയ്തത് തെറ്റായി പോകുന്ന തിരുത്തി പറയാം. കാരണം അതിന് പണം വാങ്ങിച്ചിട്ട് ചെയ്തതാണ് നിങ്ങൾ. ആ ഒരു വീഡിയോ നിങ്ങൾ ചെയ്തത് പണം വാങ്ങിച്ചിട്ട് ചെയ്തതാണ്. PR-ന്റെ പണം വാങ്ങിച്ചുകൊണ്ട് കൃത്യതയോടുകൂടി അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ആ വീഡിയോ. ഇപ്പൊ എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്, നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തതാണ്. ഞാൻ പറഞ്ഞപ്പോ കുരു പൊട്ടും, കാരണം ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു പ്രേക്ഷകർ, ഈ പറയുന്ന അന്ധമായിക്കോട്ടെ, ഈ അന്ധം ഫാൻസുകളായിക്കോട്ടെ, ഈ അനീഷ് ആരും ആയിക്കോട്ടെ, ഒന്ന് ഞാൻ പറഞ്ഞതിൽ, ഞാൻ ചൂണ്ടിക്കാണിച്ചതിൽ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഒരാള് ചൂണ്ടിക്കാണിയില്ലേ? ഞാൻ ഈ ചാനൽ നിർത്തിയിട്ട് പോകാൻ ഞാൻ തയ്യാറാണ്. ഒരാള് ഞാൻ ആരോപിച്ച താങ്കൾ ചെയ്ത തെറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും മനുഷ്യരെ മാനിപ്പുലേറ്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ അനീഷിനെ ഇടയ്ക്കിടയ്ക്ക് പൊക്കും. ഒരു കാലത്തും വിശ്വസിക്കരുത്, അനീഷിനെ പൊക്കാൻ വേണ്ടിയിട്ടല്ല, ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ ഇവര് പൈസ വാങ്ങിച്ചിരിക്കുന്നത് ഈ പറയുന്ന അക്ബറിന്റെ നിന്നും ആര്യന്റെ നിന്നുമാണ്. ഇവരെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ രേവളി ചേച്ചിയുടെ മെയിൻ അജണ്ട. മനസ്സിലായോ? അനുമോളെ മനഃപൂർവ്വം ഡീഗ്രേഡ്. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ഒരാൾക്കൊരു തെറ്റ് ഇത്രയും വലിയൊരു കള്ളം, പച്ചക്കള്ളം പ്രേക്ഷകരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ തെറ്റെന്ന് പറഞ്ഞിട്ട് പോലും അത് ഒന്ന് തിരുത്തുന്നില്ല. തിരുത്തിയാൽ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും. തിരുത്തിയാൽ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് അവർ ചെയ്യാത്തത്. മനസ്സിലായോ? അവിടെ ഒരു പെൺകൊച്ചിനെ അതിനകത്തിട്ട് കുറെ എണ്ണം വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഇവിടെ പുറത്ത് PR-ന്റെ പൈസയും മാറ്റിന് ഒരു ഉടുപ്പും ഇല്ലാതെ, ഒരു മാറോ ഇല്ലാതെ ഇവിടെ ഇല്ലാക്കഥ വിളിച്ചു പറയുന്നു. നാണമുണ്ടോ ശ്രീ നിങ്ങൾക്ക്? അത് പറഞ്ഞതിന് വെച്ചിട്ട് പറ, ഞാൻ ഇങ്ങനെയല്ല, എനിക്ക് തെറ്റുപറ്റുമെന്ന് പറ. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? ചങ്കുറപ്പുണ്ടോ? കീട്ടത്തിന് ഉറപ്പുണ്ടോ നിനക്ക്? എന്നിട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് ഉണ്ടാക്കാൻ വരും. അല്ല, എന്റെ നട്ടലിളക്കാൻ വരരുത്. ഇതല്ല, ഇതിന്റെ അപ്പുറം കണ്ടു വന്നതാണ് ഞാൻ. മനസ്സിലായോ? ഇതല്ല, ഇതിന്റെ അപ്പുറം കണ്ടുവന്നവനാണ് ഞാൻ. നട്ടലിന്റെ ബലം അളക്കാൻ വരരുതേ. കൊടുക്കാൻ കിടന്നുറങ്ങൂല. അല്ലാതെ ബിഗ് ബോസ് മാത്രം റിവ്യൂ ഇട്ടുകൊണ്ട് ചുരുങ്ങി കിടക്കണവനല്ല ഞാൻ. എല്ലാ വിഷയത്തിലും ഞാൻ പ്രതികരിക്കാറുണ്ട്. നല്ല രീതിയിൽ. ഇതൊന്നുമല്ല, ഇതൊക്കെ തീട്ട കേസുകൾ. ഇതിന്റെയൊക്കെ അപ്പുറമുള്ളവരെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭീഷണികൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. മനസ്സിലായോ? വധഭീഷണി വരെ എനിക്ക് വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ആ നട്ടലിനെ കുറിച്ച് ഇങ്ങോട്ട് വെക്കാൻ വരണ്ട. ബിഗ് ബോസ് മാത്രം രണ്ടൊന്ന് വീഡിയോ പിന്നെ എണ്ണയും വിറ്റ് ആൾക്കാരെ പറ്റിച്ചെടുക്കാൻ എന്നെ പോലെ അല്ല ഞാൻ. നോട്ട് ദ പോയിന്റ്. മനസ്സിലായോ? ഞാനിത് എന്റെ ഭാഷയിൽ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഇതല്ല എന്റെ ഭാഷ്യം. ഇതല്ല. താങ്കൾ ചെയ്ത ഒരു തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. വൻ തെറ്റാണ്. ഒരു റിവ്യൂവറും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു പാപമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്ന് പൈസ വാങ്ങി ചെയ്തത് വലിയൊരു പാപമാണ്. അത് മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും വീഡിയോ. എന്നിട്ട് ആ ചുണയുണ്ടെങ്കിൽ അത് പറയാമേ. നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ അത് പറ. ഞാൻ ആരോപിച്ച വിഷയം സംസാരിക്കേ, അതിൽ നിന്റെ ശരി നീ ചൂണ്ടിക്കാണിയില്ലേ, എന്നിട്ട് കിടന്ന് പറ. അല്ല, ഇവിടെ ഡ്രാമ കളിക്കരുത്. നീ വന്ന് കിടന്ന് കുറെ ആക്ടിങ്ങും ഡ്രാമയും കളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ മണ്ടന്മാരല്ല. മനസ്സിലായോ? ഇവിടെ കിടന്ന് ഡ്രാമ കളിച്ചു ആൾക്കാർ മണ്ടന്മാർ. ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്.
പഴയ ആൾക്കാരെ കുറെ അണ്ടങ്ങൾ വന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. ലവൻ കോപ്പാണ് മറ്റാണ്. ഞാൻ പറഞ്ഞ വിഷയം ചോണ ഉണ്ടെങ്കിൽ ഒറ്റ തന്തയ്ക്ക് വന്നവളാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല വിഷയം, ആ വിഷയം എടുത്തു വെച്ച് സംസാരിക്കേ. അതിന് നിന്റെ ശരിയും തെറ്റും നീ ഇവിടെ പറ. ചോണ ഉണ്ടെങ്കിൽ, ചോണ ഇല്ലെന്നറിയാം, കള്ളം മാത്രം പറഞ്ഞ് ശീലിച്ച ശീലമേ നിനക്കൊള്ളൂ. നമുക്ക് വീണ്ടും കാണാം, കാണേണ്ടി വരും. ജയ് ഹിന്ദ്.